അമ്മയും അച്ഛനും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഇപ്പോൾ ഗാസയിലാണ് ഉള്ളത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എൻ്റെ 2 കണ്ണുകൾ കൊണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ബോക്സസ് ഒക്കെ മെഡിസിൻസും കഴിക്കേണ്ട ഭക്ഷണങ്ങളുമാണ്. നിങ്ങൾ നോക്കണം, 1ഉം 2ഉം ബോക്സുകളല്ല, ഒരുപാട് ബോക്സുകളാണ് ഇതിലുള്ളത്. പക്ഷെ ഇത് ഗാസയിലെ മനുഷ്യന്മാർക്ക് കിട്ടുന്നില്ല. ഇതിവിടെ എത്തിച്ചത് ഇസ്രായേലാണ്. ഈ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചത് ഇസ്രായേലാണ്. പക്ഷേ ഗാസയിലെ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ഇതിനൊരു ഉത്തരമേ ഉള്ളൂ: ഹമാസ്. ഈ ഭക്ഷണം ഗാസയിലെ മനുഷ്യന്മാർക്ക് കൊടുത്താൽ അതിനുശേഷം ഇവർക്ക് ഈ ഗാസയിലെ മനുഷ്യർ പട്ടിണി കിടന്ന് ചാവുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് ലോകത്ത് പ്രചരിപ്പിക്കാൻ പറ്റില്ല, അതിൻ്റെ ഡൊണേഷൻ കൊണ്ട് അടുത്ത ടണലും റോക്കറ്റും പണിയാൻ പറ്റില്ല. ഇതാണ് ഹമാസിൻ്റെ സ്ട്രാറ്റജി. ചെറിയ കുട്ടികളെയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഹ്യൂമൻ ചൈൽഡ് ആക്കുന്നത്. നിങ്ങൾ ഒന്നാലോചിക്കണം, ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലെ മനുഷ്യരെ കൂട്ടക്കൊല നടത്തുമ്പോൾ അതിൽ മരിച്ചത് 1000കണക്കിന് ആൾക്കാരാണ്. 1ഉം 2ഉമല്ല, 1000കണക്കിന്. അതിലും ഉണ്ടായിരുന്നു 10-50 കുട്ടികൾ. ഒരാൾ പോലും സ്റ്റോറി ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് മനുഷ്യത്വം ഇങ്ങനെ സെലക്റ്റീവ് ആവുന്നത് എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല.